الحمد لله رب العالمين نحمده ونستعينه ونستهديه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله تعالى من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم وإياي بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم واعبدوا الله ولا تشركوا به شيئا وبالوالدين إحسانا وبذي القربى واليتامى والمساكين والجار ذي القربى والجار الجنب والصاحب بالجنب وابن السبيل وما ملكت أيمانكم إن الله لا يحب من كان مختالا فخورا صدق الله العلي العظيم. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക, അവന്റെ കൽപ്പനകളെ ജീവിതത്തിൽ പാലിക്കുക, അവൻ നിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക, അവന്റെ അതൃപ്തി സമ്പാദിക്കുന്നതിന് പകരം അവന്റെ തൃപ്തി നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക. നമ്മുടെ നാട്ടിൽ, സ്വന്തം നാട്ടിലാണ് ജീവിക്കുന്നതെങ്കിലും ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു വിദേശമാണ്. പരദേശിയെപ്പോലെ, നാട് സ്വന്തമാണെങ്കിലും പരദേശിയെപ്പോലെ കഴിയുക. നമ്മുടെ യഥാർത്ഥ നാട് ഇതല്ല, ആഖിറത്താണ്, പരലോകത്താണ്. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥിരമായ താമസം തീരുമാനിച്ചിരിക്കുന്നത്. താൽക്കാലികമായിട്ട് മാത്രമാണ് ഈ ലോകത്തേക്ക് നമ്മെ പറഞ്ഞയച്ചിരിക്കുന്നത്. അവൻ തീർച്ചയായും അവന്റെ ലോകത്തേക്ക് നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ആ വിളിക്ക് ഉത്തരം നൽകുവാൻ നമുക്ക് എല്ലാവർക്കും ബാധ്യതയുണ്ട്. ഒരു ദിവസം അല്ലാഹുവിന്റെ ആഖിറത്തിലേക്ക്, നമ്മുടെ യഥാർത്ഥ നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ട പരദേശികൾ മാത്രമാണ് നമ്മൾ എന്ന വിചാരത്തോടുകൂടി ജീവിക്കുവാൻ ഞാനും നിങ്ങളും പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ എല്ലാ ശിക്ഷകളിൽ നിന്നും നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അവന്റെ നല്ല നല്ല പ്രതിഫലങ്ങൾ നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അതിനുള്ള യോഗ്യത കർമ്മങ്ങളിലൂടെ, പ്രവർത്തനങ്ങളിലൂടെ, സ്വാലിഹായ അമലുകളിലൂടെ നേടിയെടുക്കാനുള്ള ഒരു നല്ല മനസ്സ് എനിക്കും നിങ്ങൾക്കും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. സൂറത്ത് അൻ-നിസായിലെ ഇവിടെ ഓതിയ ആയത്തിൽ അല്ലാഹുവിനോടും അല്ലാഹുവിന്റെ അടിമകളോടുമുള്ള ബാധ്യതകളെ സംബന്ധിച്ചാണ് ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക, വഅബ്ദുല്ലാഹ് വലാ തുശ്രികൂ ബിഹി ഷൈഅ. ആ അല്ലാഹുവിനുള്ള ഇബാദത്തിൽ നിങ്ങൾ ഒന്നിനെയും ആരെയും പങ്കു ചേർക്കാൻ പാടുള്ളതല്ല. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് ഇഹ്സാൻ, ഏറ്റവും നല്ല വിധത്തിൽ പെരുമാറുക, ഉദാരമായി പെരുമാറുക, ഔദാര്യം കാണിക്കുക. മാതാപിതാക്കളോട് മാത്രമല്ല ഇഹ്സാൻ വേണ്ടത്, വബിദിൽ ഖുർബ, നിങ്ങളുടെ അടുത്ത ബന്ധുക്കളോടും ഇഹ്സാൻ, നല്ല വിധത്തിൽ പെരുമാറുക. വൽ യതാമ, നിങ്ങൾക്കിടയിലുള്ള
അനാഥകളോടും നല്ല വിധത്തിൽ പെരുമാറുക. വൽ മസാക്കീൻ, നിങ്ങൾക്കിടയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മിസ്കീന്മാരോടും നല്ല വിധത്തിൽ വർത്തിക്കുക. വൽ ജാരിദിൽ ഖുർബ, നിങ്ങളുടെ ബന്ധുക്കളായ അയൽവാസികളോടും നല്ല വിധത്തിൽ പെരുമാറുക. വൽ ജാരിൽ ജുനുബ്, നിങ്ങളുടെ ബന്ധുക്കളല്ലാത്ത അയൽവാസികളോടും നല്ല വിധത്തിൽ പെരുമാറുക. വസ്സാഹിബി ബിൽ ജംബി, നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളോടും മാന്യമായിട്ട് പെരുമാറുക. വബിനി സബീൽ, വഴിയാത്രക്കാരോട് വേറെ എവിടെ നിന്നോ വന്ന് നിങ്ങൾക്ക് മുമ്പിലൂടെ നിങ്ങളുടെ നാടുകളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വഴിയാത്രക്കാരോടും നല്ല വിധത്തിൽ പെരുമാറുക. വമാ മലക്കത്ത് ഐമാനുക്കും, നിങ്ങളുടെ കീഴിലുള്ള അടിമകളോട് നിങ്ങൾ നല്ല നിലക്ക് പെരുമാറുക. ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന മുഖ്താലൻ ഫഖൂറ, അല്ലാഹു അഹങ്കാരിയും ദുരഭിമാനിയുമായ ഒരാളെയും ഇഷ്ടപ്പെടുകയില്ല തീർച്ചയായിട്ടും. നമുക്ക് എല്ലാവർക്കും അറിയാം ദീനുൽ ഇസ്ലാമിന്റെ പ്രത്യേകത. അത് ഒരിക്കലും ദൈവത്തിന്റെ അവകാശങ്ങളെപ്പറ്റി, അള്ളാഹുവിന്റെ അവകാശങ്ങളെപ്പറ്റി മാത്രം പറഞ്ഞിട്ടുള്ള ഒരു ദീനല്ല. അള്ളാഹുവിന്റെ അവകാശങ്ങളെപ്പറ്റി, അള്ളാഹുവിന് നിങ്ങളിൽ നിന്ന് കിട്ടേണ്ട അവകാശങ്ങളെപ്പറ്റി പറഞ്ഞിട്ടുള്ള അതേ പ്രാധാന്യത്തോടെ, അതിനേക്കാൾ പ്രാധാന്യത്തോടെ നിങ്ങളുടെ കൂടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ സമൂഹത്തിലെ ആളുകൾക്ക് നിങ്ങളിൽ നിന്ന് കിട്ടേണ്ട അവകാശങ്ങളെപ്പറ്റിയും അത് പ്രാധാന്യപൂർവ്വം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ അടിമകളോടുള്ള ബാധ്യതകൾ നിർവഹിക്കാതെ അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ നിങ്ങൾക്കൊരിക്കലും നിർവഹിക്കാൻ സാധ്യമല്ല എന്ന് പഠിപ്പിച്ചിട്ടുള്ള ദീനാണ് നിങ്ങളുടേത്. ഇതാണ് നിങ്ങളുടെ ദീനിന്റെ വലിയ പ്രത്യേകതകളിൽ ഒന്ന്. അത് ഈ ലോകത്തെ മനുഷ്യന് വലിയ പ്രാധാന്യം നൽകിയിരിക്കുന്നു. അള്ളാഹുവിനോടുള്ള അവകാശങ്ങൾ നിർവഹിക്കുന്നതിനേക്കാൾ പ്രധാനമാണ് നിങ്ങളുടെ സമസൃഷ്ടികളോടുള്ള അവകാശങ്ങൾ നിർവഹിക്കുന്നത് എന്ന് അതുകൊണ്ട് ഇതുപോലുള്ള ആയത്തുകളും ഹദീസുകളുമൊക്കെ മുമ്പിൽ വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിനോടുള്ള അവകാശങ്ങൾ നിർവഹിക്കുന്നതിനേക്കാൾ പ്രധാനമാണ് അള്ളാഹുവിന്റെ അടിമകളോടുള്ള, നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന നിങ്ങളുടെ മാതാപിതാക്കൾ, കുടുംബങ്ങൾ, നാട്ടുകാർ, വീട്ടുകാർ, അയൽവാസികൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, അനാഥകൾ, അഗതികൾ, വഴിയാത്രക്കാർ തുടങ്ങിയ ആളുകളോടുള്ള നിങ്ങളുടെ അവകാശങ്ങളുടെ നിർവഹണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ആയത്തിലും അത് തന്നെയാണ് പറയുന്നത്. അള്ളാഹുവിനോടുള്ള ബാധ്യതകളെ നിർവഹിക്കുന്നതിനെപ്പറ്റി പറഞ്ഞ ഉടനെ, അതും സാധാരണ ഒരു കാര്യമല്ല, ഇബാദത്തിനെ പറ്റി, അള്ളാഹുവിന് മാത്രമേ നിങ്ങൾ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ, നിങ്ങൾ അള്ളാഹുവിൽ ആരെയും പങ്കുചേർക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിന് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് മാന്യമായിട്ട് വേണം പെരുമാറുവാൻ. ഇഹ്സാൻ, കുറെ അർത്ഥങ്ങളുണ്ട് അതിന്. നന്നായി പെരുമാറുക, നന്മകൾ ചെയ്യുക, ഔദാര്യം കാണിക്കുക, ഉദാരമായി മാന്യമായി പെരുമാറുക, ഇതൊക്കെയാണ് ഇഹ്സാൻ. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് മാന്യമായി പെരുമാറുക. മാതാപിതാക്കളോട് മാന്യമായി പെരുമാറേണ്ടതിനെ സംബന്ധിച്ച് പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്, നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താറുണ്ട്. മാതാപിതാക്കളെ പറ്റി പറഞ്ഞ ശേഷം അടുത്ത ബന്ധുക്കളോട് പെരുമാറുക മാന്യമായിട്ട്, അനാഥകളോടും അഗതികളോടും പെരുമാറുക. വൽ ജാരിദിൽ ഖുർബ വൽ ജാരിൽ ജുനൂബ്, നിങ്ങൾ നിങ്ങളുടെ അയൽവാസികളോട് മാന്യമായി പെരുമാറുക. ഇതിൽ അയൽവാസികളോടുള്ള പെരുമാറ്റത്തെ സംബന്ധിച്ചും നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടതുണ്ട്, നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും കാലം കഴിയുന്തോറും അറ്റുപോകുന്ന ബന്ധങ്ങളിൽ ഒരു ബന്ധമായി തീർന്നിരിക്കുകയാണ് അയൽപക്ക ബന്ധം എന്നുള്ളത്. പല ആളുകൾക്കും അതിന്റെ പ്രാധാന്യം അവർക്ക് അറിയുകയില്ല, അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അവര് അത് പരിഗണിക്കുന്നില്ല. നമ്മുടെ നിലവിലുള്ള സാമൂഹിക ഘടന അയൽപക്ക ബന്ധത്തിനുള്ള പ്രാധാന്യം വളരെ കുറച്ചു കളഞ്ഞിരിക്കുകയാണ്. തീരെ പരിഗണന നൽകാത്ത ഒരു ബന്ധമായിരിക്കുന്നു എന്ന് അയൽപക്ക ബന്ധം എന്നുള്ളത്. പക്ഷെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത് എപ്പോഴും വിഭാവന ചെയ്യുന്നത് സുദൃഢമായ ബന്ധമുള്ള ഒരു സമൂഹമാണ്. അള്ളാഹുവിന്റെ കാര്യങ്ങളൊക്കെ ലോകത്ത് നടക്കണം എന്നത് മാത്രമല്ല അതിന്റെ ഉദ്ദേശം. വളരെ സുദൃഢമായ സ്നേഹം, കാരുണ്യം, പരസ്പര സഹായം തുടങ്ങിയ വികാരങ്ങൾ മുറ്റി നിൽക്കുന്ന ഒരു നല്ല സമൂഹം ഈ ഭൂമിയിൽ ഉണ്ടാകണം എന്നാണ് എപ്പോഴും അള്ളാഹ് വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് മനുഷ്യന്മാര് തമ്മിലുള്ള ബന്ധത്തിന് വലിയ പ്രാധാന്യം അത് കൊടുത്തത്. രോഗസന്ദർശനത്തെ പറ്റി പറഞ്ഞപ്പോ
നമ്മൾ സാധാരണ കേൾക്കാറുണ്ടല്ലോ, അല്ലാഹ് പറയുന്നത് എനിക്ക് രോഗമായി എന്നിട്ട് നിങ്ങൾ എന്നെ സന്ദർശിച്ചില്ല. അപ്പൊ ആളുകൾ ചോദിക്കുകയാണ്, എങ്ങനെയാണ് നിനക്ക് രോഗമാവുക? പടച്ചവന് രോഗമാവുമോ? അപ്പൊ അല്ലാഹു പറയുകയാണ്, എന്റെ അടിമയ്ക്ക് രോഗമായപ്പോൾ നീ എന്റെ അടിമയെ സന്ദർശിച്ചില്ല. എന്റെ അടിമയുടെ രോഗം എന്റെ രോഗമാണ്. എന്റെ അടിമയെ, നിന്റെ സുഹൃത്തിനെ, നിന്റെ കുടുംബത്തെ രോഗമാകുമ്പോൾ നീ സന്ദർശിക്കുന്നത് എന്നെ സന്ദർശിക്കുന്നതിന് സമമാണ്. നീ ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ അവിടെ കണ്ടെത്തുന്നത് ഒരു രോഗിയെ മാത്രമല്ല, എന്നെ കൂടിയാണ്. എനിക്ക് വിശന്നപ്പോൾ നീ എനിക്ക് ഭക്ഷണം നൽകിയില്ല. നിനക്കെങ്ങനെ പടച്ചു തമ്പുരാനെ വിശക്കുമോ? നീ ലോകത്തിന് മുഴുവനും അന്നം നൽകുന്ന റാസിഖാണ്, അന്നദാതാവാണ്. അപ്പൊ അല്ലാഹു പറയുന്നത്, എന്റെ അടിമക്ക് വിശന്നപ്പോൾ നീ അവന് ഭക്ഷണം കൊടുത്തില്ല. എന്റെ അടിമക്ക് ഭക്ഷണം കൊടുക്കാതിരിക്കുക വഴി നീ എനിക്കാണ് ഭക്ഷണം നൽകാതിരുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു അള്ളാഹുവിന്റെ അടിമ, നിന്റെ സമസൃഷ്ടി, നിന്റെ കൂടെ കഴിയുന്നവൻ, നിന്റെ ഉറ്റ ബന്ധു, മിത്രം, നിന്റെ അയൽവാസി, അവനെ സഹായിക്കുമ്പോൾ അള്ളാഹുവിനെയാണ് നീ സഹായിക്കുന്നത്. അവനെ സഹായിക്കാതിരിക്കുമ്പോൾ അള്ളാഹുവിനെയാണ് നീ സഹായിക്കാതിരിക്കുന്നത്. അവന് രോഗമാകുമ്പോൾ നീ അള്ളാഹുവിന് രോഗമായതുപോലെയാണ് അവനെ സന്ദർശിക്കുമ്പോൾ നീ സന്ദർശിക്കുന്നത് എന്നാണ് ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇത്രയും അള്ളാഹുവും അടിമയും തമ്മിൽ ഉള്ള ബന്ധത്തെക്കാൾ അടിമയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിന് പ്രാധാന്യം കൊടുത്ത ഒരു മതം, ഒരു പ്രത്യയശാസ്ത്രം ഇസ്ലാമിനെ പോലെ വേറെ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ നൽകപ്പെട്ട പ്രാധാന്യങ്ങളിൽ ഒരു പ്രാധാന്യം നൽകപ്പെട്ടിരിക്കുന്നത് അയൽപക്ക ബന്ധത്തിനാണ്. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, അത് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത വീടുകളിൽ ആര് താമസിക്കുന്നു എന്ന് അറിയാത്ത ഒരു കാലഘട്ടമാണിത്. ആരാണ് അടുത്തു താമസിക്കുന്നത്? പ്രത്യേകിച്ചും ടൗണുകളിലൊക്കെ ചെന്നാൽ ആരാണ് നിങ്ങളുടെ അടുത്ത് താമസിക്കുന്നത് എന്ന് ചോദിച്ചാൽ ആളുകൾക്കറിയില്ല. അതിശയോക്തിയല്ല ഇത്. അടുത്ത വീടാകേണ്ടതില്ല. ഒരു അടുത്ത ഫ്ളാറ്റുകളിൽ ഒരു ഫ്ളാറ്റിന്റെ വാതിൽ തുറന്നാൽ മറ്റേ ഫ്ളാറ്റിലേക്കാണ്. പക്ഷേ ആ മുന്നിലുള്ള ഫ്ളാറ്റിൽ ആരാണ് താമസിക്കുന്നത്? അവർക്ക് എത്ര മക്കളുണ്ട്? അവരുടെ ജോലി എന്താണ്? അവരുടെ സാമ്പത്തിക സ്ഥിതി എന്താണ്? അവരെങ്ങനെയാണ് ജീവിക്കുന്നത്? അവർക്ക് വല്ല പ്രയാസങ്ങളുമുണ്ടോ? ഇതൊക്കെ അറിയുന്ന അയൽവാസികൾ എത്ര പേരുണ്ട് എന്ന് ചോദിച്ചാൽ വളരെ കുറവായിരിക്കും. നാട്ടിൻപുറങ്ങളിൽ പോലും ഇപ്പോൾ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് അയൽവാസികൾ ആരാണ് എന്ന് ഒരുപക്ഷെ അറിയുമായിരിക്കും. പക്ഷേ ഈ അയൽവാസികൾ എങ്ങനെ ജീവിക്കുന്നു? അവരെങ്ങനെ പെരുന്നാൾ ആഘോഷിക്കുന്നു? അവർക്ക് വരുമാന മാർഗം എന്താണ്? അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള മാർഗം എന്താണ് അവരുടെ ആരോഗ്യസ്ഥിതി എന്ന് തുടങ്ങിയ വിശദാംശങ്ങളൊക്കെ അയൽവാസികളെ സംബന്ധിച്ച് അറിയുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ വളരെ കുറവാണ് എന്ന് നമുക്ക് പരിശോധിച്ചാൽ കാണാൻ പറ്റും. പക്ഷേ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇത്ര നിസ്സാരമായി കണ്ട ഒരു കാര്യമല്ല അത് എന്നാണ് ഈ ആയത്ത് വ്യക്തമാക്കുന്നത്. അള്ളാഹുവിനെ, അവനോടുള്ള നിങ്ങളുടെ ഇബാദത്തിന്റെ ബാധ്യത ഓർമ്മിപ്പിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ മാതാപിതാക്കളോടുള്ള നിങ്ങളുടെ ബാധ്യത ഓർമ്മിപ്പിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ അനാഥകളോടും അഗതികളോടുമുള്ള നിങ്ങളുടെ ബാധ്യത ഓർമ്മിപ്പിച്ചു കഴിഞ്ഞാൽ, പിന്നെ നിങ്ങളെ അള്ളാഹുവിന് ഓർമ്മിപ്പിക്കാനുള്ളത് നിങ്ങളുടെ തൊട്ടടുത്ത്, നിങ്ങളുടെ വേലിക്ക് അപ്പുറത്ത്, നിങ്ങളുടെ മതിലിനപ്പുറത്ത്, നിങ്ങളുടെ വീടിനോട് ചേർന്ന് കിടക്കുന്ന വീട്ടിൽ ജീവിക്കുന്ന മനുഷ്യരെ പറ്റിയാണ്. അവരോട് നിങ്ങൾ ഇഹ്സാൻ കാണിക്കണം. അള്ളാഹുവിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യണം. അവന് മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്ന അള്ളാഹു, നിങ്ങളുടെ തൊട്ടപ്പുറത്ത് ജീവിക്കുന്ന നിങ്ങളുടെ അയൽവാസിയോട് നിങ്ങൾ മാന്യമായിട്ട് പെരുമാറണം എന്ന് പറയുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ പ്രാധാന്യം കുറെ ഹദീസുകളിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം അതിന്റെ പ്രാധാന്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ഒരു അൻസാരി പറയുകയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടു. അപ്പോ റസൂലിന്റെ അടുത്ത് എത്തിയപ്പോ റസൂലിനെ കാണാൻ മറ്റൊരാൾ വന്നിരിക്കുന്നു. അയാൾ വന്ന മാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ കണ്ട് എഴുന്നേറ്റിട്ട് പിന്നെ അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നിന്നാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ അത് കുറെ ദീർഘമായി നിന്നു. നബി ഇരിക്കുന്നില്ല, വന്നയാളും ഇരിക്കുന്നില്ല. അപ്പോ നബി അങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ട് എനിക്ക് നബിയോട് സഹതാപം തോന്നി. നബിയുടെ കാല് കുടങ്ങിയിരിക്കുമല്ലോ, എത്ര നേരമായി നബി നിൽക്കാൻ തുടങ്ങിയിട്ട് എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ കുറെ നേരം നബി നിന്ന നിൽപ്പിൽ അയാൾ പറയുന്നത്, ആ വന്ന ആള് പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. വന്ന ആളങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കാതെ നിന്ന നിൽപ്പിൽ അത് മുഴുവനും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അയാള്
തിരിച്ചു പോയപ്പോൾ ഞാൻ നബിയുടെ അടുത്തേക്ക് ചെന്നു. ഞാൻ കാത്തിരിക്കുകയായിരുന്നു നബി അയാൾ പോകട്ടെ എന്ന് വിചാരിച്ച്. അങ്ങനെ അയാൾ പോയപ്പോ ഞാൻ നബിയുടെ അടുത്തേക്ക് ചെന്നു. അപ്പൊ നബി എന്നോട് ചോദിച്ചു, അതദ്രി മൻ ഹാദ, ഇപ്പൊ വന്നത് ആരാണ് എന്ന് നിനക്ക് മനസ്സിലായോ, നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ല, എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജിബ്രീൽ അലൈഹിസ്സലാമായിരുന്നു വന്നത്. ജിബ്രീൽ അലൈഹിസ്സലാമിനോടായിരുന്നു ഞാൻ നിന്ന് ഇത്രയും നേരം സംസാരിച്ചത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ജിബ്രീൽ എന്തായിരുന്നു എന്നോട് പറഞ്ഞിരുന്നത് എന്നറിയാമോ? മാസാല യൂസീനി ബിൽ ജാർ. ഇത്രയും നേരം ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത്, എനിക്ക് ജിബ്രീൽ വസിയത്ത് നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു അയൽവാസിയുടെ കാര്യത്തിൽ. അയൽവാസിയെപ്പറ്റി ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് വസിയത്ത് നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും നേരം. ഹത്താ ലനന്തു അന്നഹു സയുവരിസുഹു. ഞാൻ വിചാരിച്ചുപോയി ഈ അയൽവാസിക്ക് അനന്തരാവകാശം നൽകണമെന്ന് ഇനി ജിബ്രീൽ അലൈഹിസ്സലാം പറയുമെന്ന്. അത്രത്തോളം എന്നോട് പറഞ്ഞു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ അയൽവാസിയോടുള്ള ബാധ്യതയെ പറ്റിയുള്ള ഈ ഓർമ്മിപ്പിക്കൽ, ഈ വസിയത്ത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചുപോയി ഇനി അനന്തരാവകാശവും അയൽവാസിക്ക് കൊടുക്കണമെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറയാൻ പോവുകയാണ് എന്ന്. അത്രയും പറഞ്ഞു. അനന്തരാവകാശം, അനന്തരമായിട്ട് അവകാശങ്ങൾ ലഭിക്കുന്നത് നിങ്ങളുടെ ചോരക്കാണ്, നിങ്ങളുടെ രക്തത്തിനാണ്, നിങ്ങളുടെ മക്കൾക്കാണ്. അത്ര അടുത്തവർക്ക് അത് കിട്ടുകയുള്ളൂ, അകന്ന ബന്ധുക്കൾക്ക് അത് ലഭ്യമല്ല. അങ്ങനെയുള്ള നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വത്ത് നിങ്ങളുടെ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന ഇന്നാലിന്ന ആൾക്കും കൊടുക്കണം. മരിച്ചാൽ നിങ്ങളുടെ സ്വത്തിൽ നിങ്ങളുടെ മക്കളെ പോലെ തന്നെ നിങ്ങളുടെ അയൽവാസിക്കും ബാധ്യത അവകാശമുണ്ട് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറയുമോ എന്ന് ഞാൻ വിചാരിച്ചു പോയി. അത്രയധികം ഇത്ര നേരം ജിബ്രീൽ അലൈഹിസ്സലാം എന്നെ അയൽവാസികളുടെ കാര്യത്തിൽ വസിയത്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ ഇത്രയും പ്രാധാന്യമുള്ള ഒരു വിഷയമാണോ ഇത്? ആണ് എന്ന് റസൂല് പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ നിന്ന നിൽപ്പിൽ കാലുകുഴയുമാറ് കണ്ട ഒരാൾ റസൂലിന്റെ കണ്ണ് സഹതാപം, റസൂലിന്റെ കാര്യത്തിൽ സഹതപിക്കുമാറ് ഇത്രയും നേരം നിന്നിട്ട് നബിന്റെ കാല് എങ്ങനെ നിൽക്കുകയാണല്ലോ എന്ന് വിചാരിക്കുമാറ് നബി നിന്ന് കേട്ടതെന്തായിരുന്നു? മാസാല യൂസീനി, ഉപദേശിച്ചു കൊണ്ടേയിരിക്കുകയായിരുന്നു എന്നാണ് റസൂൽ പറയുന്നത്. ഉപദേശിച്ചു എന്നല്ല, ഉപദേശിച്ചു കൊണ്ടേയിരിക്കുകയായിരുന്നു ജിബ്രീൽ അലൈഹിസ്സലാം ഇതുവരെ അയൽവാസിയുടെ കാര്യത്തിൽ എന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിയോട് പറയുന്നത്. നീ അയാൾക്ക് സലാം പറഞ്ഞിരുന്നുവെങ്കിൽ അയാൾ സലാം അടക്കുമായിരുന്നു എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സഹാബിയോട് റസൂലിന്റെ സ്നേഹപ്രകടനമാണ്. അദ്ദേഹത്തിന് നീ സലാം പറഞ്ഞിരുന്നുവെങ്കിൽ സലാം അടക്കുമായിരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാമിനെ നിങ്ങൾക്ക് സലാം പറയാമായിരുന്നു, സലാം അടക്കുമായിരുന്നു, നിനക്കൊരു സലാം കിട്ടുമായിരുന്നു എന്നായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിക്കുന്നത്. അപ്പൊ റസൂൽ അതും പറഞ്ഞു. അത് റസൂലിന്റെ ഒരു പ്രത്യേകതയാണ്. റസൂൽ അനുചരന്മാരോട് പെരുമാറിയിരുന്നത് അങ്ങനെയാണ്. ഒന്ന് സലാം പറഞ്ഞാൽ സലാം അടക്കുമായിരുന്നു, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഒരു സലാം കിട്ടുമായിരുന്നു എന്നായിരിക്കും റസൂൽ ഉദ്ദേശിച്ചത്. അപ്പൊ ഇത്രയും നേരം നിന്ന നിൽപ്പിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജിബ്രീൽ ഉപദേശിച്ചുകൊണ്ടേയിരിക്കുകയും ഇനി അനന്തരാവകാശം കൂടി കൊടുക്കണമെന്ന്, അയൽവാസിക്ക് കൊടുക്കണമെന്ന് പറയുമോ എന്ന് വിചാരിച്ചു പോകുമാറ് വസിയത്ത് ചെയ്യുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ, സഹോദരന്മാരെ ആലോചിക്കുക, ഇസ്ലാമിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ അടുത്ത് അയൽപക്ക ബന്ധം എന്ന് പറയുന്നത് എത്ര പ്രധാനപ്പെട്ടതാണ്. അനന്തരാവകാശം കൊടുക്കേണ്ടി വരുമോ എന്ന് വിചാരിക്കുമാറ് എന്ന് പറയുമ്പോൾ അതിന്റെ പ്രാധാന്യം എത്രയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാൻ ഉണ്ടാവുകയില്ല ചില ആളുകൾക്ക് എന്ന് ചുരുക്കം ആളുകളെ പറ്റിയേ പറഞ്ഞിട്ടുള്ളൂ. അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയാത്തവരല്ല. പറഞ്ഞിട്ടുള്ള ആളുകൾക്ക് തന്നെ ചില ആളുകൾക്ക് ഈമാനില്ല, അവരുടെ ഈമാൻ സ്വീകാര്യമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞ ഒരു കൂട്ടത്തിൽ ഇവരെ പറ്റിയും ഇവരോടുള്ള ബന്ധത്തെ പരിഗണിക്കാത്തവരെ പറ്റിയും നബി പറഞ്ഞിരിക്കുന്നു, വല്ലാഹി ലാ യുഅ്മിൻ. റസൂൽ പറയുകയാണ് 3 വട്ടം, വല്ലാഹി ലാ യുഅ്മിൻ, വല്ലാഹി ലാ യുഅ്മിൻ, വിശ്വാസിയാവുകയില്ല, ഈമാനില്ല ഒരാൾക്ക്. 3 വട്ടം പറയുകയാണ്. അപ്പൊ സഹാബികൾ ചോദിച്ചു, മൻ യാ റസൂലല്ലാഹ്, ആർക്കാണ് ഈമാനില്ല എന്ന് റസൂലെ അങ്ങ് പറയുന്നത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അല്ലദീ ലാ യഅ്മനു ജാറുഹു ബവാഇഖഹു, ഒരു മനുഷ്യനെ അയാളുടെ അയൽവാസിയുടെ ഉപദ്രവത്തെ പേടിച്ചുകൊണ്ട് ഇങ്ങനെ ജീവിക്കേണ്ടി വരികയാണ്. അങ്ങനെയുള്ള ഒരു മുഅ്മിൻ, അയാൾ മുഅ്മിനാണ്,
പക്ഷെ ആ മൂമിനിന്റെ ഉപദ്രവം എപ്പോഴാണ് വരിക എന്ന് വിചാരിച്ചുകൊണ്ടാണ് അയാളുടെ അയൽവാസി ജീവിക്കുന്നത്. എപ്പോഴാണ് ഇവനെന്റെ വേലി മാറ്റിക്കെട്ടുക, എപ്പോഴാണ് ഇവനെന്റെ അതിർത്തി മായ്ച്ചു കളയുക, എപ്പോഴാണ് അവന്റെ ചപ്പുചവറുകൾ അവൻ എന്റെ സ്ഥലത്തേക്ക് വലിച്ചെറിയുക, എപ്പോഴാണ് അവൻ എന്നെ ചീത്ത വിളിക്കുക, എന്നാണ് അവൻ എന്റെ ദൂഷ്യങ്ങളൊക്കെ നാട്ടിൽ മുഴുവനും പറഞ്ഞു വരുത്തുക, എപ്പോഴാണ് അവൻ എന്റെ കുട്ടികളോട് മോശമായി പെരുമാറുക, എപ്പോഴാണ് അവൻ എന്റെ ഭാര്യയെ ചീത്ത പറയുക എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഒരു അയൽവാസിയെപ്പറ്റി പേടിച്ചുകൊണ്ട് ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥ. അയാളുടെ ഷെർറ് പേടിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. ആ ആള് മൂമിനാണ്. അപ്പോ നബി പറയുന്നത്, അങ്ങനെ ഒരാളുടെ ഷെറിനെ പേടിച്ചുകൊണ്ട് അയൽവാസിക്ക് ജീവിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ ആ ഷെറിനെ പേടിക്കുന്ന ആരുടെ ഷെറിനെയാണോ പേടിക്കുന്നത് ആ മനുഷ്യൻ മൂമിനല്ല. ഇങ്ങനെ അയൽവാസിയെ നിരന്തരമായി ഉപദ്രവിച്ചുകൊണ്ട് തന്റെ അയൽവാസിക്ക് ഒരു സുരക്ഷിതത്വവും നൽകാത്ത, മാന്യമായിട്ട് ജീവിക്കാൻ അയൽവാസിയെ അനുവദിക്കാത്ത ഒരു മനുഷ്യൻ വല്ലാഹി ലാ യുമിൻ, അയാൾ മൂമിനാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരു സ്ത്രീയെപ്പറ്റി സഹാബികള് റസൂലിനോട് പറഞ്ഞു, നല്ല ഒരു സ്ത്രീയാണ്, നന്നായി നമസ്കരിക്കുന്നുണ്ട്, നോമ്പ് പിടിക്കുന്നുണ്ട്, ഇബാദത്തൊക്കെ വളരെ കൃത്യമായി ചെയ്യും, പക്ഷേ അയൽവാസികൾ ഉപദ്രവിക്കും. അപ്പൊ റസൂൽ പറയുകയാണ്, ഹിയ ഫിന്നാർ, അവർ നരകത്തിലാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ നിർവഹിക്കുന്നതിനേക്കാൾ പ്രധാനമാണ് അള്ളാഹുവിന്റെ അടിമകളോടുള്ള ബാധ്യതകൾ നിർവഹിക്കുന്നത്. അപ്പൊ ഇങ്ങനെ അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ അവൾ വളരെ ഭംഗിയായി നിർവഹിക്കുന്നുണ്ട്, നമസ്കരിക്കുന്നുണ്ട്, ഇബാദത്തുകൾ ചെയ്യുന്നുണ്ട്, നവാഫിൽ റവാത്തിബൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ അവളുടെ ഒരു ന്യൂനത, പോരായ്മ, ഒരു വലിയ പോരായ്മയാണ്, അവൾ അയൽവാസികളെ ഉപദ്രവിക്കുന്നവളാണ്. അപ്പോഴാണ് റസൂൽ പറയുന്നത്, ഹിയ ഫിന്നാർ, അവൾ നമസ്കരിച്ചിട്ടുണ്ട്, അവൾ നോമ്പ് പിടിച്ചിട്ടുണ്ട്, സുന്നത്ത് നമസ്കരിച്ചിട്ടുണ്ട്, അള്ളാഹിനോടുള്ള ബാധ്യതകൾ നിർവഹിക്കുന്നുണ്ട്, പക്ഷെ അള്ളാഹിന്റെ അടിമകളോടുള്ള ബാധ്യതകൾ നിർവഹിക്കാതെ അള്ളാഹിനോടുള്ള ബാധ്യതകൾ നിർവഹിച്ചിട്ട് കാര്യമില്ല, അവൾ നരകത്തിലാണ്. വേറൊരു സ്ത്രീയെപ്പറ്റി നബിയോട് പറയപ്പെട്ടു, അവൾ അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ നിർവഹിക്കുന്ന കാര്യത്തിൽ ഇവളെപ്പോലെ തന്നെ അത്ര മുന്നിലല്ല, അത്യാവശ്യ ഇബാദത്തുകളെ അവൾ എടുക്കുന്നുള്ളൂ, പക്ഷെ അയൽവാസികളോട് വളരെ മാന്യമായിട്ടാണ് പെരുമാറുക. അയൽവാസികൾക്ക് സഹായങ്ങൾ ചെയ്യുന്നത്, അയൽവാസികളുടെ പ്രയാസങ്ങൾ കണ്ടറിയുന്നത്, അയൽവാസികളോട് ഔദാര്യം കാണിക്കുന്നത്, ഈ കാര്യത്തിലൊന്നും ഒരു കുറവും വരുത്താത്ത സ്ത്രീയാണവൾ. അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ നിർവഹിക്കുന്നതിൽ കുറച്ച് പോരായ്മകൾ, മറ്റവളെ പോലെ തന്നെ ഉഷാറല്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹിയ ഫിൽ ജന്ന, അവൾ സ്വർഗത്തിലാണ്. അള്ളാഹ് മാർക്കിടുന്നത് ഇതിനാണ്. അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ നിർവഹിക്കുന്നതിനേക്കാൾ അള്ളാഹുവിന്റെ അടിമകളോടുള്ള ബാധ്യതകൾ നിർവഹിക്കുന്നു ഈ സ്ത്രീ, അതിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മാർക്ക് നൽകുന്നത്. അങ്ങനെ അയൽവാസിയോട് മാന്യമായി പെരുമാറാത്ത ഇബാദത്ത് ചെയ്യുന്ന സ്ത്രീ നരകത്തിലാണ് എന്നും, അയൽവാസിയോട് ഇബാദത്തിൽ അല്പം കുറവാണ് എങ്കിലും മാന്യമായി പെരുമാറുന്നു എന്ന കാരണത്താൽ ഒരു മുഅ്മിനത്ത്, ഒരു സ്ത്രീ സ്വർഗത്തിലാണ് എന്നും പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളാണ് നമ്മൾ. നമ്മൾ എങ്ങനെയാണ് അയൽവാസികളോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. നമ്മുടെ അയൽവാസികളുടെ വിശപ്പ് നമ്മൾ അറിയാറുണ്ടോ? അവർക്ക് വിശന്നിരിക്കുന്നു, അവരുടെ കുട്ടികൾ ഭക്ഷണം കഴിച്ചിട്ടില്ല, അവർക്ക് നമ്മെപ്പോലെ നല്ല ഭക്ഷണം, സമൃദ്ധമായ ഭക്ഷണം കിട്ടാൻ ഒരു മാർഗമില്ല, അവർ ഒത്തൊപ്പിച്ചാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവരെ സഹായിക്കണം, ഞാൻ തിന്നുന്നത് പോലെ അവർക്കും തിന്നാനുള്ള സാഹചര്യം ഉണ്ടാകണം, എനിക്ക് കുറച്ച് കുറവ് വന്നാലും അവരെ സഹായിക്കണം എന്നൊക്കെ വിചാരിക്കുന്ന അയൽവാസികൾ നമ്മുടെ കൂട്ടത്തിൽ മുഅ്മിനുകൾ എത്ര പേരുണ്ട്? നമ്മളൊക്കെ എങ്ങനെയാണ് അയൽവാസികളോട് പെരുമാറുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. റസൂൽ പറഞ്ഞിരിക്കുന്നത് വളരെ വ്യക്തമായിട്ട്, ഈമാനില്ല എന്ന് തന്നെയാണ് ഈ കാര്യത്തിൽ. മാ ആമനബി, എന്നിൽ വിശ്വസിച്ചിട്ടില്ല, മാ ആമനബി, എന്നിൽ വിശ്വസിച്ചിട്ടില്ല. ഈ ഒരു സ്വഭാവമുള്ളവൻ അയൽവാസിയെപ്പറ്റി ഒരു വിചാരവുമില്ലാതെ സ്വന്തം കാര്യം, സ്വന്തം വയറ് മാത്രം നോക്കുന്ന ആള്, മൻബാത്ത ശബആനൻ വജാറുഹു ജാഇഉൻ ഇലാ ജംബിഹി വഹുവ യഅലം, വയറ് നിറയെ ഭക്ഷണം കഴിച്ച് സുഖസുന്ദരമായി കടന്നുറങ്ങുന്ന ഒരു മൂമിൻ, അയാളുടെ അയൽവാസി പട്ടിണി കിടക്കുകയാണ്. അത് ഇയാൾക്ക് അറിയില്ലെങ്കിൽ തിരക്കേടില്ല, പക്ഷെ അയാൾക്ക് അറിയാം അയാളുടെ അയൽവാസിക്ക് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഭക്ഷണമില്ല അവരുടെ കയ്യിൽ. അങ്ങനെ അയൽവാസി എങ്ങാനും പട്ടിണി കിടന്ന് ഒരു മുഅ്മിൻ വയറ് നിറയെ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങിയാൽ മാ ആമനബി, അയാൾ മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദ് അള്ളാന്റെ റസൂലാണ് എന്ന് നാവ് കൊണ്ട് പറഞ്ഞതുകൊണ്ടായില്ല അയാൾ മാ ആമനബി, അയാൾ എന്നിൽ വിശ്വസിച്ചിട്ടില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അയാൾ എന്നിൽ വിശ്വസിച്ചിട്ടില്ല. എന്നിൽ വിശ്വസിക്കുന്ന ഒരാൾ ഇങ്ങനെ ചെയ്യില്ല.
ഇത് റസൂലിന്റെ സുന്നത്ത് അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യമല്ല. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറയെ ഭക്ഷണം കഴിക്കുന്ന ഒരു മുഅ്മിനല്ല, അയാൾ റസൂലിന്റെ അനുചരനല്ല, അനുയായിയല്ല, റസൂലിൽ അയാൾക്ക് വിശ്വാസമില്ല, എന്നിൽ അയാൾ വിശ്വസിച്ചിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. നബി അയാളിൽ നിന്ന് നിരപരാധിയാണ്. അയാൾക്ക് റസൂലുമായിട്ട് ഒരു ബന്ധവുമില്ല, റസൂലിന് അയാളുമായിട്ട് ബന്ധമില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഈ ഒരു പ്രാധാന്യം സഹോദരന്മാരെ നമുക്ക് നമ്മുടെ അയൽപക്ക ബന്ധങ്ങളിൽ ഉണ്ടോ എന്ന് നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. വൽ ജാരിൽ ഖുർബ വൽ ജാരിൽ അൽ ജുനുബ്, രണ്ട് അയൽവാസികളുണ്ട്. ഒന്ന് ബന്ധുക്കളായ അയൽവാസികൾ, ഖുർആൻ എടുത്തു പറയുകയാണ്. ജാരിൽ ഖുർബ വൽ ജാരിൽ ജുനുബ് എന്നതിനെ ബന്ധുവായ അയൽവാസി, ബന്ധുവല്ലാത്ത അയൽവാസി എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അടുത്ത അയൽവാസി എന്ന് പറയുമ്പോൾ മുസ്ലിമായ അയൽവാസി, അമുസ്ലിമായ അയൽവാസി എന്ന് വേറെ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും മാനുഷികമായ ബന്ധത്തിൽ മുസ്ലിം അമുസ്ലിം വ്യത്യാസമില്ല. അമുസ്ലിങ്ങളാണ് അയൽവാസിയെങ്കിലും അവരോടും മാന്യമായിട്ട് പെരുമാറണം എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്യമതസ്ഥരായ അയൽവാസികളോടും മാന്യമായിട്ടായിരുന്നു പെരുമാറിയിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നു. അങ്ങനെയാണ് ഒരു ജൂത സ്ത്രീക്ക് ഭക്ഷണത്തിൽ വിഷം കലർത്തി നബിയെ വധിക്കാൻ അവസരമുണ്ടായത്, വധിക്കാൻ ശ്രമിക്കുവാൻ അവസരമുണ്ടായത്. റസൂൽ അവരുടെ ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നു. ആ അവസരം മുതലെടുത്തുകൊണ്ടാണ് അവർ ഭക്ഷണത്തിൽ വിഷം കലർത്തിയത്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ ഈ ജൂത സ്ത്രീയുടെ ഭക്ഷണം ജൂതയാണ് എന്ന് വിചാരിച്ച് തള്ളാറില്ല, നിരാകരിക്കാറില്ല. റസൂലിന് അന്യമതസ്ഥരുമായിട്ടുള്ള ബന്ധം അത്രയും സുദൃഢമായിരുന്നു. സഹാബികളും അങ്ങനെയായിരുന്നു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വീട്ടിൽ ഒരു ആടിനെ അറുത്തപ്പോ, വീട്ടിൽ വന്ന് ആടിനെയൊക്കെ അറുത്ത് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയപ്പോ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വീട്ടുകാരോട് ചോദിച്ചു, അല്ല, നമ്മുടെ ജൂതനായ അയൽവാസിക്ക് നമ്മളെ മാംസം കൊടുത്തോ, ആട്ടിറച്ചി ജൂതനായ അയൽവാസിക്ക് കൊടുത്തോ എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പ്രത്യേകമായി അന്വേഷിച്ചു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും. എന്നിട്ട് ഇബ്നു ഉമർ പറഞ്ഞത് നമ്മൾ നേരത്തെ പറഞ്ഞ നബി പറഞ്ഞ കാര്യമാണ്. ആരാവട്ടെ ഇബ്നു ഉമറിന്റെ പരിഗണന അതായിരുന്നു. ഈ ജൂതനായ അയൽവാസിക്ക് ഇറച്ചി കൊടുത്തോ എന്ന് ചോദിച്ചിട്ട് ഇബ്നു ഉമർ പറയുന്നത്, അയൽവാസിക്ക് അനന്തരാവകാശം നൽകേണ്ടി വരുമോ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ വസിയത്ത് കേട്ടിട്ട് ഞാൻ വിചാരിച്ചു പോയി എന്ന് റസൂല് പറഞ്ഞിട്ടുണ്ട് എന്നായിരുന്നു. അപ്പൊ അയൽവാസി ഏത് മതസ്ഥനായാലും മാന്യമായിട്ട് മുസ്ലിങ്ങൾ പെരുമാറണം എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിൽ മുസ്ലിം എന്നും അമുസ്ലിം എന്നുമുള്ള വ്യത്യാസമില്ല എന്നല്ല. ചില പണ്ഡിതന്മാർ അടുത്ത അയൽപക്കവും ബന്ധുക്കളായ അയൽപക്കവും അന്യ അയൽപക്കവും എന്ന് പറയുമ്പോൾ ബന്ധുക്കളായ അയൽപക്കം എന്നതുകൊണ്ട് മുസ്ലിം അയൽപക്കമെന്നും അന്യ അയൽപക്കം എന്നതുകൊണ്ട് അമുസ്ലിങ്ങളായ അയൽപക്കമെന്നും വിശദീകരണം നൽകിയിട്ടുണ്ട്, വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അപ്പോ ഏത് അയൽവാസികളോടും ഏത് മതസ്ഥരാവട്ടെ മാന്യമായിട്ട് മുസ്ലിങ്ങൾക്ക് പെരുമാറുവാൻ കഴിയേണ്ടതുണ്ട്. അവർക്ക് ഇസ്ലാമിനോട് മതിപ്പ് തോന്നുന്ന വിധത്തിൽ ഇതാണ് ഇസ്ലാം എന്ന് പെരുമാറ്റത്തിലൂടെ മുസ്ലിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയാറുണ്ട്. ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ സമുദായത്തെപ്പറ്റി മറിച്ചാണ് ധാരണ. പലയിടങ്ങളിലും ഒരു മുസ്ലിം പോലും ആഗ്രഹിക്കുന്നത് ഒരു മുസ്ലിം ആകരുത് എന്റെ അയൽവാസി എന്നാണ്. ഒരു അമുസ്ലിമാണ് അയൽവാസി എങ്കിൽ മാന്യമായി പെരുമാറുമെന്ന് വിചാരിക്കുന്ന തലത്തോളം നമ്മുടെ നാട്ടിലെ സാഹചര്യങ്ങൾ മാറിപ്പോയിട്ടുണ്ട് സഹോദരന്മാരെ. പല ആളുകളെ സംബന്ധിച്ചിടത്തോളവും പല മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളവും അമുസ്ലിങ്ങളായ അയൽവാസികളുണ്ട് എങ്കിൽ അവർ പറയും അവരുടെ അപ്പുറത്ത് മുസ്ലിങ്ങളായ അയൽവാസികളുണ്ട് എങ്കിൽ പലപ്പോഴും അവർ പറയുകയാണ് നമ്മുടെ മുസ്ലിങ്ങളായ അയൽവാസികളെക്കാൾ നല്ലത് അമുസ്ലിങ്ങളായ അയൽവാസികളാണ്. അവർക്ക് നമുക്കെന്തെങ്കിലും വിഷമമുണ്ടാകുമ്പോൾ ഓടി വരുന്നത് ഇവരാണ്, അവരല്ല. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ സഹായിക്കുന്നത് ഇവരാണ്, അവരല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക നമ്മുടെ സമുദായത്തിന്റെ ഒരവസ്ഥ. ഇത്രയധികം ഇതേപ്പറ്റി പറഞ്ഞിട്ടുള്ള പരിശുദ്ധ ഖുർആനും അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഈ ഖുർആന്റെയും റസൂലിന്റെയും അനുയായികൾ ഇങ്ങനെയാണ് പറയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റവർക്ക് ഇതൊന്നുമില്ല, പക്ഷെ അവർ വളരെ മാന്യമായിട്ട് നമ്മളോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നു, അയൽവാസികളോട് പെരുമാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ നമുക്ക് കാണാൻ പറ്റുന്നു. അപ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ പലരും നേരത്തെ ഈ വനിതയുടെ കാര്യം പറഞ്ഞതുപോലെ ഇബാദത്തിന്റെ കാര്യത്തിലൊക്കെ വളരെ ഭംഗിയായിരിക്കും, ഹജ്ജൊക്കെ ചെയ്തിട്ടുണ്ടാകും, നോമ്പൊക്കെ നോൽക്കുന്നുണ്ടാകും,
5 നേരം പള്ളിയിലുണ്ടാകും. പക്ഷെ അയൽവാസിയോടുള്ള പെരുമാറ്റത്തിൽ അതൊന്നും കാണാൻ പറ്റില്ല. ഇതാണ് ഇസ്ലാമിനെ പറ്റിയുള്ള മതിപ്പ് കെടുത്തുന്നത് നമ്മുടെ സമൂഹത്തിൽ. അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ നിർവഹിക്കുന്നവർ പോലും അവരുടെ സമസൃഷ്ടികളോടുള്ള അവരുടെ സഹോദരന്മാരോടും അയൽവാസികളോടും ബന്ധുക്കളോടും മാതാപിതാക്കളോടുമുള്ള ബാധ്യതകൾ നിർവഹിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കാൻ അവർക്ക് കഴിയുന്നില്ല. അവരെ വിചാരം ബാക്കിയുള്ളത് കൊണ്ട് അവർക്ക് സ്വർഗത്തിൽ പോകാമെന്നാണ്. അങ്ങനെയുള്ള ആളുകളെ പറ്റിയാണ് റസൂൽ പറഞ്ഞത് ഹിയ ഫിന്നാർ. അങ്ങനെയുള്ള ആളുകൾ നരകത്തിലാണ്. അള്ളാഹിനോടുള്ള ബാധ്യതകളെക്കാൾ പ്രധാനമാണിത്. ഇതിൽ വിട്ടുവീഴ്ച ചെയ്തിട്ട് അതുണ്ടായിട്ട് കാര്യമില്ല. അതിൽ പോരായ്മ അല്പം സംഭവിച്ചാൽ പോലും അത് അള്ളാഹു പുറത്തു തന്നേക്കാം. ഇതല്ല പൊറുക്കാൻ പോകുന്നില്ല. അതിൽ കുറവുണ്ടെങ്കിലും ഇതിൽ അയൽവാസിയോട് മാന്യമായി പെരുമാറിയത് കൊണ്ടാണ് ആ സ്ത്രീ ഹിയ ഫിൽ ജന്ന, അവർ സ്വർഗത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ അയൽവാസികളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. അങ്ങനെ ഒരു സംസ്കാരം നാട്ടിലുണ്ടാകേണ്ടതുണ്ട്. ഇങ്ങനെ എല്ലാ ആളുകളും അവരുടെ അയൽവാസികളോട് ഇസ്ലാം പറഞ്ഞ വിധത്തിൽ പെരുമാറുന്നുണ്ട് എങ്കിൽ നാട്ടിൽ അപ്പോഴാണ് നന്മകൾ ഉണ്ടാകുന്നത്. നമ്മുടെ നാട്ടിൽ എന്താണ് നന്മകളില്ലാത്തത്? മാതാപിതാക്കളോടുള്ള മക്കളുടെ ബന്ധം വളരെ മോശമാണ്, മറിച്ചും വളരെ മോശമാണ്. ആ വീട്ടിൽ എങ്ങനെയാണ് നന്മയുണ്ടാവുക? ഒരു വീടും അടുത്ത വീടും തമ്മിലുള്ള ബന്ധം വളരെ മോശമാണ്. പിന്നെ അങ്ങനെ അടുത്തുള്ള വീടും അടുത്ത വീടും തമ്മിലുള്ള ബന്ധം വളരെ മോശമാണ്. ഇങ്ങനെ കുറെ കുടുംബങ്ങളും കുറെ വീടും ചേർന്നതാണ് ഒരു നാട് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ ആകെ മോശമായി കിടക്കുന്ന, എല്ലാവരും അവരവരുടെ വയറ്, അവരവരുടെ ലോകം, അവരവരുടെ ഭാര്യ, അവരവരുടെ മക്കള്, അതിനപ്പുറത്ത് കണ്ണ് കാണാത്ത മനുഷ്യന്മാരായിട്ട് ജീവിക്കുക, ചുരുങ്ങിക്കൂടുക അവരിലേക്ക്. ചെറിയ ഒരു കുടുംബം, ഒരു അടുകുടുംബം, എന്നിട്ട് അവര് ഒരു തുരുത്തിൽ കഴിയുക. അവരുടെ അടുത്ത് ആര് കഴിയുന്നു, അവരെങ്ങനെ കഴിയുന്നു, അവർക്കൊരു വിഷയമില്ല. അവരുടെ നാട്ടിൽ അനാഥകളാരുണ്ട്, അഗതികളാരുണ്ട്, അവർക്കൊരു വിഷയമില്ല. പ്രയാസപ്പെടുന്നവരാരാണ്, അവരുടെ പരിഗണനയ്ക്ക് വരുന്ന കാര്യമല്ല. ഇങ്ങനെ ഓരോരുത്തരും അവരവരുടെ ലോകത്ത് ഇങ്ങനെ ഒതുങ്ങിക്കൂടി കഴിയുന്ന ഒരു സാഹചര്യം ഇസ്ലാമിന് അങ്ങനെ ഒരു സാഹചര്യം അല്ല ഇസ്ലാം വിഭാവന ചെയ്തിട്ടുള്ളത്. വളരെ സുദൃഢമായ ബന്ധങ്ങൾ, അത് വീട്ടിലും അതുപോലെ തന്നെ അയൽപക്കത്തും അതുപോലെ തന്നെ നാട്ടിലും സമൂഹത്തിലും രാജ്യത്തും ലോകത്തും അങ്ങനെ ഒരു നല്ല സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുക എന്നതാണ് ഇസ്ലാമിന്റെ ഉദ്ദേശം. അതുകൊണ്ടാണ് കുടുംബത്തിൽ നിന്നത് തുടങ്ങുന്നത്, പിന്നെ അയൽപക്ക ബന്ധം നന്നാക്കുന്നത്, പിന്നെ നാട്ടിലെ മനുഷ്യന്മാർ തമ്മിലുള്ള ബന്ധം നന്നാക്കുന്നത്, പിന്നെ സമൂഹങ്ങൾ തമ്മിലുള്ള മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും തമ്മിലുള്ള ബന്ധം നന്നാക്കുന്നത്. ഇങ്ങനെ ഒരു നല്ല ലോകത്തെയാണ്, ഊഷ്മളമായ ബന്ധങ്ങൾ നിലനിൽക്കുന്ന, സ്നേഹം മുറ്റു നിൽക്കുന്ന ഒരു ലോകത്തെയാണ് ഇസ്ലാം സ്വപ്നം കാണുന്നത് അല്ലെങ്കിൽ വിഭാവന ചെയ്യുന്നത്. ഇതൊക്കെ നടപ്പിലാക്കേണ്ട ആളുകൾ നമ്മളാണ്, മുസ്ലിം സമുദായമാണ്. നമുക്ക് ഇസ്ലാമിന്റെ മൂല്യങ്ങൾ നമ്മുടെ മാതാപിതാക്കളോടും കുടുംബങ്ങളോടുമുള്ള ബന്ധത്തിൽ നടപ്പിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ, നമുക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്, ചര്യ, ഖുർആന്റെ ശാസന, ഉപദേശങ്ങൾ നമ്മുടെ അയൽവാസികളോടുള്ള ബന്ധത്തിൽ നമുക്ക് നടപ്പിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് സഹോദരന്മാരെ നാട്ടിൽ ഇസ്ലാം ഉണ്ടാവുക? നാട്ടിൽ ഇസ്ലാം ഇല്ലാതാവുന്നത് ഇതുകൊണ്ടാണ്. നമ്മൾ കുറെ ആളുകൾ ഇബാദത്ത് ചെയ്തത് കൊണ്ടും അല്ലെങ്കിൽ നാവ് കൊണ്ട് വഅദ് പറഞ്ഞതുകൊണ്ടും നാട്ടിൽ ഇസ്ലാം ഉണ്ടാവുകയില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള ഒരു സഹോദരനെ നിങ്ങളുടെ പെരുമാറ്റം കൊണ്ട് ആകർഷിക്കാൻ കഴിയുമോ? അതാണ് വളരെ പ്രധാനം. നിങ്ങളെപ്പറ്റി അറിയണമെങ്കിൽ, നിങ്ങൾ ആരാണെന്ന് അറിയണമെങ്കിൽ പള്ളിയിൽ നിങ്ങളെ കണ്ടതുകൊണ്ടായില്ല. നിങ്ങൾ ആരാണ് എന്ന് നിങ്ങളെപ്പറ്റി പറയേണ്ടത് നിങ്ങളുടെ അയൽവാസിയാണ്. നിങ്ങളുടെ അയൽവാസിക്ക് നിങ്ങളെപ്പറ്റി മതിപ്പില്ലെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹുവിനും നിങ്ങളെപ്പറ്റി മതിപ്പില്ല എന്നാണ് അതിന്റെ അർത്ഥം. അയൽവാസിയുടെ തെറ്റായ വിധികളെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ഒരു അയൽവാസി സത്യസന്ധമായി നീതിപൂർവകമായി നിങ്ങളെപ്പറ്റി വർത്തമാനം പറയുന്ന ഒരാളാണ് എങ്കിൽ അയാൾക്ക് നിങ്ങളെപ്പറ്റി ഒരു മതിപ്പില്ലെങ്കിൽ അള്ളാഹുവിനും നിങ്ങളെപ്പറ്റി മതിപ്പില്ല. നിങ്ങളെപ്പറ്റി അന്തിമമായി വിധി പറയേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് എങ്കിലും ഈ ലോകത്ത് നിങ്ങളെപ്പറ്റി വിധി പറയേണ്ടത് നിങ്ങളുടെ അയൽവാസിയാണ്, നിങ്ങളുടെ വേലക്കാരനാണ്, നിങ്ങളുടെ വീട്ടിലെ വേലക്കാരിയാണ്, നിങ്ങളുടെ തൊഴിലാളികളാണ്, നിങ്ങളുടെ നാട്ടുകാരാണ്, നിങ്ങളുടെ കുടുംബമാണ്. ഇവർക്കൊന്നും നിങ്ങളെപ്പറ്റി മതിപ്പില്ലെങ്കിൽ നിങ്ങൾ വളരെ നമസ്കരിക്കുന്നു, ഇബാദത്തെടുക്കുന്നു, അങ്ങനെ സ്വർഗത്തിലേക്ക് പോകുന്നു എന്ന് നിങ്ങൾ വിചാരിക്കരുത്. മനുഷ്യരോടുള്ള ബന്ധങ്ങൾ നന്നാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു പരിശുദ്ധ ഖുർആനാണ് നമ്മുടെ ഭരണഘടന. അത് അള്ളാഹുവിൽ ശിർക്ക് ചെയ്യരുത് എന്ന് പറയുന്ന അതേ പ്രാധാന്യത്തോടു കൂടിയാണ് അയൽവാസിയോട് ഇഹ്സാൻ ചെയ്യണം എന്ന് പറയുന്നത്. മാതാപിതാക്കളോട് മാന്യമായി പെരുമാറണം എന്ന് പറഞ്ഞിട്ടാണ് അയൽവാസികളോടും മാന്യമായിട്ട് പെരുമാറണം എന്ന് പറയുന്നത്, ബന്ധുക്കളോട് മാന്യമായിട്ട് പെരുമാറണം എന്ന് പറയുന്നത്. അപ്പോ
ബന്ധങ്ങളിൽ ഈ ഒരു ഊഷ്മളത നിലനിർത്താൻ നമുക്ക് കഴിയണം. അതിനൊക്കെ വലിയ കൂലിയുണ്ട്, നമ്മൾ മനസ്സിലാക്കണം. അതിനൊക്കെ വലിയ പ്രതിഫലമുണ്ട്. ഒരു വിശപ്പ് അനുഭവിക്കുന്ന ഒരു അയൽവാസിയെ കണ്ടറിയുക. പാവം ഇന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല, നമ്മളുണ്ടാക്കിയ ചോറ് കുറച്ച് കൊണ്ടുപോയി കൊടുക്കണം. നമുക്ക് വേണ്ടത്ര മതി വരുവോളം അത് തിന്നണ്ട എന്ന് വെച്ചാൽ മതി, കുറച്ച് വയറ് നിറയുന്നത് വരെ മതി. അതല്ലല്ലോ നടക്കുന്നത്. നമ്മള് പല ആളുകളും അവരുടെ ഭക്ഷണങ്ങൾ തട്ടിക്കളയുകയാണ്. അതേ അവസരം അയാളുടെ അയൽവാസി പട്ടിണി കിടക്കുകയാണ്. അയാൾ ഭക്ഷണത്തിൽ കുറക്കണ്ട, അയാൾ തട്ടിക്കളയുന്ന ഭക്ഷണങ്ങളുണ്ട്. ഈ ഭക്ഷണം അയൽവാസിക്ക് കൊടുത്തുകൂടെ? ആ നാട്ടിൽ പട്ടിണി കിടക്കുന്ന എത്ര മനുഷ്യന്മാരുണ്ട്, അവർക്കത് കിട്ടുകയില്ല. ഓരോരുത്തരും അവരവരുടെ വീട് വളച്ചു കെട്ടുകയാണ്. ഒരു വലിയ പണമുള്ളവൻ ഒരു വലിയ മതില് കെട്ടി മറ്റുള്ളവരെ കാണാതിരിക്കാൻ ശ്രമിക്കുകയാണ്. അവർ ഇങ്ങോട്ടും കാണണ്ട, ഞാൻ അങ്ങോട്ടും കാണണ്ട എന്നവർ വിചാരിക്കുകയാണ്. അങ്ങോട്ടുള്ള വഴികൾ അവർ അടച്ചു വെക്കുകയാണ്. ഒരു അയൽവാസിയുടെ അകത്തേക്ക് പ്രവേശിക്കുവാനുള്ള വഴികൾ അവർ അടക്കുകയാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അവരുടെ വിചാരം ഇങ്ങനെ അവർക്ക് സ്വർഗത്തിൽ പോകാം എന്നാണ്. അങ്ങനെ വിചാരിക്കേണ്ടതില്ല. അയൽവാസികളുടെ കാര്യത്തിൽ ഈ അലംഭാവം കാണിക്കുന്ന ആളുകളെ പറ്റിയാണ് അവർക്ക് ഈമാനില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത്. അവർ എന്നിൽ വിശ്വസിച്ചിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അങ്ങനെ അയൽവാസിയെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീയെ പറ്റിയാണ് അവൾ നരകത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ലാ യുമിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലിജാരിഹി മാ യുഹിബ്ബു ലിനഫ്സിഹി. തനിക്കിഷ്ടപ്പെടുന്നത് തന്റെ അയൽവാസിക്കും ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളും മുഅ്മിനാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി. തനിക്കിഷ്ടപ്പെട്ടത്, തനിക്ക് നല്ല ഭക്ഷണം വേണം, എന്റെ അയൽവാസിക്കും നല്ല ഭക്ഷണം വേണം. എനിക്ക് വയറ് നിറയണം, എന്റെ അയൽവാസിക്കും വയറ് നിറയണം. എനിക്ക് നല്ല വസ്ത്രം വേണം, എന്റെ അയൽവാസിക്കും നല്ല വസ്ത്രം വേണം. എനിക്ക് സമാധാനം വേണം, എന്റെ അയൽവാസിക്കും സമാധാനം വേണം. എനിക്കുള്ളതൊക്കെ എന്റെ അയൽവാസിക്കുണ്ടോ? എനിക്കുള്ളത് എന്റെ അയൽവാസിക്കില്ലെങ്കിൽ എനിക്ക് അതിൽ എത്രത്തോളം കൊടുക്കാൻ പറ്റും എന്റെ അയൽവാസിക്ക് എന്ന് ആലോചിക്കാൻ മുഅ്മിനീങ്ങൾക്ക് കഴിയണം. ഇതാണ് ഇസ്ലാം വിഭാവന ചെയ്യുന്ന ഊഷ്മളമായ അയൽപക്ക ബന്ധം എന്ന് പറയുന്നത്. ഈ നല്ല സ്വഭാവം മുഅ്മിനീങ്ങൾ കാണിക്കാൻ തുടങ്ങിയാൽ അവരെപ്പറ്റി അയൽവാസികൾക്ക് മതിപ്പുണ്ടാകും. അമുസ്ലിങ്ങളായ അയൽവാസികൾ മുസ്ലിങ്ങളായ അയൽവാസികളെ കിട്ടിയെങ്കിൽ എന്ന് അവർ വിചാരിക്കും. ഇന്ന് മുസ്ലിങ്ങൾ അങ്ങനെ വിചാരിക്കുകയില്ല. ഒരു മുസ്ലിമായ അയൽവാസി, എന്റെ ഒരു അയൽവാസി ഒരു മുസ്ലിമായിരുന്നെങ്കിൽ എന്ന് ഈ നാട്ടിലെ അന്യമതസ്ഥരായ ആളുകൾ വിചാരിക്കുന്നില്ലല്ലോ. എന്തുകൊണ്ട് മുസ്ലിങ്ങൾ പോലും വിചാരിക്കുന്നില്ല? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. അതേസരം മുഅ്മിനീങ്ങൾ ഇസ്ലാമിന്റെ ഈ മൂല്യങ്ങൾ അവരുടെ പെരുമാറ്റത്തിൽ അവർ പ്രകടിപ്പിച്ചിരുന്നുവെങ്കിൽ ഈ നാട്ടിലെ അമുസ്ലിങ്ങളായ സഹോദരന്മാർ പറയും, എന്റെ അയൽവാസി ഒരു മുസ്ലിമായിരുന്നെങ്കിൽ. കാരണം ഏറ്റവും മാന്യമായ, ഞാൻ പട്ടിണി കിടക്കുമ്പോൾ അവൻ ഭക്ഷണം കഴിക്കുകയില്ല, ഞാൻ ഉടുത്തിട്ടില്ലെങ്കിൽ അവൻ ഉടുക്കുകയില്ല, എനിക്ക് രോഗമായാൽ അവൻ സന്ദർശിക്കും എന്ന് അവനെപ്പറ്റി മുഅ്മിനിനെ പറ്റി മതിപ്പുള്ള ആളുകൾ ഉണ്ടാകുമല്ലോ. അതാണ് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രബോധനം, പ്രവർത്തനങ്ങളിലൂടെയുള്ള പ്രചാരം. പക്ഷെ അതൊന്നും ഇന്ന് ഇസ്ലാമിന് കിട്ടുന്നില്ല നിർഭാഗ്യവശാൽ. അതിന്റെ കാരണം മുഅ്മിനീങ്ങൾ തന്നെയാണ്, വേറെ ആരുമല്ല. നമ്മുടെ ദീനിന്റെ പ്രചാരണത്തിന് മുമ്പിൽ, നമ്മുടെ ദീനിനെ പറ്റി മതിപ്പ് ഉണ്ടാകേണ്ടതിന്റെ മുമ്പിൽ ഒക്കെ തടസ്സം നിൽക്കുന്നത് മറ്റാരുമല്ല, നമ്മൾ തന്നെയാണ്. നമ്മളെപ്പറ്റി മറ്റുള്ളവർക്ക് മതിപ്പില്ല, നമുക്ക് തന്നെ നമ്മെപ്പറ്റി മതിപ്പില്ല. നമ്മുടെ മാതാപിതാക്കളെ പറ്റി മക്കൾക്ക് മതിപ്പില്ല, മക്കളെപ്പറ്റി മാതാപിതാക്കൾക്ക് മതിപ്പില്ല. നമ്മെപ്പറ്റി അയൽവാസികൾക്ക് മതിപ്പില്ല, നമുക്ക് നമ്മുടെ അയൽവാസികളെ പറ്റി മതിപ്പില്ല. മതിപ്പില്ലാത്ത വിധത്തിലാണ് നമ്മൾ പരസ്പരം പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. വിയോജിക്കുമ്പോൾ പോലും പെരുമാറ്റത്തിൽ ഉയർന്ന മര്യാദകൾ പുലർത്തുന്നവരാണ് എന്ന് പരസ്പരം പറയാൻ നമുക്ക് കഴിയുന്നില്ല. ഇത് നമ്മുടെ സഹോദരന്മാരെ മാറ്റണം. ഇത് നമ്മുടെ ആവശ്യമാണ്, നമ്മുടെ സമൂഹത്തിന്റെ ആവശ്യമാണ്, നമ്മുടെ സ്വർഗത്തിന്റെ ആവശ്യമാണ്, നമ്മുടെ ദീനിന്റെ ആവശ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നല്ല അയൽവാസികൾ ഉണ്ടാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്ന 4 അനുഗ്രഹങ്ങൾ, ഒരാൾക്ക് 4 അനുഗ്രഹങ്ങൾ ഉണ്ടായാൽ അയാൾ സൗഭാഗ്യവാനായി. മിൻ സആദത്തിൽ മർഇ, 4 അനുഗ്രഹങ്ങൾ ഉണ്ടായാൽ അയാൾ സൗഭാഗ്യവാനായി. അൽ മർഅത്തു സാലിഹ, സാലിഹത്തായ ഒരു ഭാര്യ ഒന്ന്. രണ്ടാമത്തേത് അൽ ജാറു സാലിഹ്, ഒരു നല്ല സാലിഹായ ഒരു അയൽവാസി. വൽ മർക്കബുൽ ഹനീ, ഒരു നല്ല വാഹനം. വൽ മസ്കനുൽ വാസി, വിശാലമായ ഒരു വീട്. ഈ 4 കാര്യങ്ങളുണ്ടായാൽ ഒരു മനുഷ്യൻ അത്യധികം അനുഗ്രഹീതനായി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നല്ല ഒരു ഭാര്യ, സാലിഹത്തായ പടച്ചവനെ പേടിക്കുന്ന ഒരു ഭാര്യ, അതുപോലെ തന്നെ നല്ല ഒരു അയൽവാസി, നല്ല ഒരു വാഹനം, വിശാലമായ ഒരു വീട്.
ഈ 4 കാര്യങ്ങൾ ഒരാൾക്കുണ്ടായാൽ അയാൾ സൗഭാഗ്യവാനാണ്, ഭാഗ്യവാനാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ 4 ഭാഗ്യങ്ങളിൽ ഒരു ഭാഗ്യം നല്ല അയൽവാസി എന്നുള്ളതാണ്. നല്ല അയൽവാസി ആകേണ്ടവരാണ് നമ്മൾ. നമ്മുടെ അയൽവാസി നല്ലവനാകണം എന്ന് നാം പറഞ്ഞതുകൊണ്ടായില്ല. നമ്മുടെ അയൽവാസിക്കൊരു നല്ല അയൽപക്ക ബന്ധമാണോ നാം നൽകുന്നത്, നാം അയാളുടെ ഒരു നല്ല അയൽവാസിയാണോ എന്ന് നാം ആലോചിക്കുക. അയൽവാസിയുടെ ഉപദ്രവങ്ങൾ ഉണ്ടാകുമ്പോഴും തിരിച്ചടിക്കുകയല്ല, ക്ഷമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന 3 ആളുകളുടെ പേര് പറഞ്ഞപ്പോ നബി പറഞ്ഞ ഒരാൾ അയൽവാസികളുടെ ഉപദ്രവം ഉണ്ടാകുമ്പോൾ ക്ഷമിക്കുന്ന ഒരു അയൽവാസി എന്നാണ്. വേറെ ഒരാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് നടത്തുകയും അങ്ങനെ അയാൾ പൊരുതി അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് മരിക്കുകയും ചെയ്ത ഒരാളെ അള്ളാഹ്ക്ക് വളരെ ഇഷ്ടമാണ്. ഇതാണ് ഒന്നാമൻ. രണ്ടാമത് നബി പറയുകയാണ്, അയൽവാസിയുടെ ഉപദ്രവം ഉണ്ടാകുമ്പോഴും ക്ഷമിക്കുന്ന ഒരു മുഅ്മിൻ, അയാളെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വല്ലാത്ത ഇഷ്ടമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ ഉപദ്രവങ്ങൾ അയൽപക്കങ്ങളിൽ നിന്നുണ്ടാകാം. ആ ഉപദ്രവങ്ങളോടും മാന്യമായിട്ട് പെരുമാറുക. ഉപദ്രവങ്ങളെ ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ, നന്മകളെ കൊണ്ട് തിന്മകളെ തടയുക. ഫഇദല്ലദീ ബൈനക വ ബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം. നിങ്ങൾ രണ്ടാൾക്കിടയിൽ ശത്രുതയുണ്ട് എങ്കിൽ ഇങ്ങോട്ട് എന്ത് ചെയ്താലും മാന്യമായിട്ട് അയാളുടെ തിന്മകളെ നന്മകൾ കൊണ്ടാണ് നിങ്ങൾ പ്രതിരോധിക്കുന്നത് എങ്കിൽ അയാൾ ഖുർആൻ പറയുന്നത് ഖുർആന്റെ ഒരു തത്വമാണ്. അയാൾ കുറച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ഉറ്റ സുഹൃത്തായി തീരും എന്നാണ് ഖുർആൻ പറയുന്നത്. തിന്മകളെ നന്മകൾ കൊണ്ട് നേരിടുക. അയൽവാസി ഇങ്ങോട്ട് മോശമായിട്ടാണ് പെരുമാറുന്നതെങ്കിലും അങ്ങോട്ട് നന്നായി പെരുമാറുക. അങ്ങനെ നന്നായി പെരുമാറുന്ന അയൽവാസിയുടെ ഉപദ്രവങ്ങൾ മരിക്കുന്നത് വരെ ഒരാൾ ക്ഷമിച്ചാൽ അയാളെ അള്ളാന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്ത് മരിച്ച ഒരു ഷഹീദിനെ അള്ളാഹ് ഇഷ്ടപ്പെടുന്നത് പോലെ ഇഷ്ടപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഹജ്ജത്തുൽ വിദായിൽ വളരെ കുറച്ച് കാര്യങ്ങളാണ് ഉമ്മത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചിട്ടുള്ളത്. ആ ഉപദേശങ്ങളുടെ കൂട്ടത്തിലെ ഒരു ഉപദേശം, ഞാൻ ഉസീക്കും ബിൽ ജാർ, നിങ്ങളുടെ അയൽവാസികളോട് മാന്യമായിട്ട് പെരുമാറണം എന്ന് ഞാൻ നിങ്ങളോട് വസിയത്ത് ചെയ്യുന്നു എന്നതായിരുന്നു. ഹജ്ജത്തുൽ വിദായിൽ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് മാന്യമായിട്ട് പെരുമാറണം എന്നൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഊസീക്കും ബിൽ ജാർ, നിങ്ങൾ നിങ്ങളുടെ അയൽവാസികളോട് നന്നായി പെരുമാറണമെന്ന് ഹജ്ജത്തുൽ വിദായിൽ ഈ ലോകത്തോട് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയാനുള്ള ഏറ്റവും അവസാനത്തെ അവസരത്തിൽ ഹജ്ജത്തുൽ വിടവാങ്ങൽ പ്രസംഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആറ്റി കുറുക്കി പറഞ്ഞപ്പോ ആ പറഞ്ഞ കൂട്ടത്തിൽ ഒരു കാര്യം, ഊസീക്കും ബിൽ ജാർ, നിങ്ങൾ അയൽവാസികളോട് മാന്യമായി പെരുമാറണമെന്ന് ഞാൻ നിങ്ങളോട് വസിയത്ത് ചെയ്യുന്നു എന്നായിരുന്നു. റസൂലിന്റെ അവസാനത്തെ വസിയത്തുകളിൽ ഒരു വസിയത്തും ഇത് തന്നെയായിരുന്നു. ഇത്രയും പ്രാധാന്യം ഈ വിഷയത്തിനുണ്ട് എന്നോർക്കുക. ബന്ധങ്ങളിൽ ഉയർന്ന നിലവാരം, ഉയർന്ന മാന്യത പുലർത്തുക, അത് ഇസ്ലാമാണ്, ഈമാനാണ്. നമ്മുടെ കർമ്മപുസ്തകങ്ങളിൽ വലിയ മാർക്ക് ലഭിക്കുന്ന ഒരു കാര്യമാണ് അത്. ഈ മാർക്കില്ലാതെ അള്ളാഹുവിനോടുള്ള ബന്ധത്തിൽ മാത്രം നമുക്ക് മാർക്ക് കിട്ടും എന്ന് വിചാരിക്കരുത്. ഉള്ള മാർക്ക് കൂടി അള്ളാഹുവുമായുള്ള ബന്ധത്തിൽ ഉള്ള മാർക്ക് കൂടി നഷ്ടപ്പെടുന്നതാണ് മനുഷ്യരുമായുള്ള ബന്ധങ്ങളിൽ നാം ചെയ്യുന്ന മോശങ്ങൾ, തരങ്ങൾ, നാം ചെയ്യുന്ന വൃത്തികേടുകൾ, നിലവാരമില്ലായ്മ എന്ന് മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.